ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നിങ്ങളെല്ലാവരെയും ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പോവാ. അതെവിടെയാണെന്നല്ലേ? അപ്പം ഞങ്ങൾ ഒരു സ്കൂൾ, അതായത് RM ഹൈസ്കൂൾ പെരിഞ്ഞനം, അവിടെയാണ് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത്. അപ്പോൾ 1983 ബാച്ചാണ് ഇവിടെ കൂടുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ കൂടുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? എൻ്റെ ഫ്രണ്ടാണ് ബീന സുബു. അപ്പോൾ അവരുടെ ഒരു റിസോർട്ടുണ്ട് കോട്ടപ്പുറത്ത്. അപ്പോൾ അവിടെ വെച്ചിട്ട് കൂടാമെന്ന് എല്ലാവരുടെയും ഒരു തീരുമാനം. അതായത് അവർക്കാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. അതായത് ബീനയ്ക്കും ബീനയുടെ ഹസ്ബൻഡ് സുബുച്ചേട്ടനും. അപ്പോൾ ആളുടെ ഒരു വീക്ക്നെസ്സാണ് ഇതൊക്കെ. അതായത് പഴയ ആൻറ്റി കളക്ഷൻ ഒരുപാടുണ്ട്. എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയോ? അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് കൊല്ലം പഴക്കെത്തിയ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനാവും. അതുപോലെ നമ്മൾ തിരഞ്ഞു നടക്കണ പല കാര്യങ്ങളും അത് നമ്മൾക്ക് ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല. അത്രയും പഴയ സാധനങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മറക്കില്ല. അത് സ്ലേറ്റാണ്. അപ്പോൾ സ്ലേറ്റ് കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്തു നോക്കി. അതൊരു നൊസ്റ്റാൾജിയല്ലേ സ്ലേറ്റ് എന്ന് പറഞ്ഞാൽ. അതൊക്കെ നമ്മളല്ലേ യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് സ്ലേറ്റ് ഉണ്ടോ? എനിക്ക് അതിനെക്കുറിച്ചൊരു സംശയമുണ്ട്, ഉണ്ടോ ഇല്ലേ. അപ്പോൾ ദേ ഇവിടെയൊക്കെ റോളക്സ് വാച്ച് അങ്ങനെ ഒരുപാട് എടുത്തു പറയാനൊന്നും പറ്റില്ല, അത്രയധികം സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തിനൊക്കെ കുറേ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അവർ വീണ്ടും ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ നമുക്ക് സുബുച്ചേട്ടനെ പരിചയപ്പെടുത്താം. ഇതാണ് സുബുച്ചേട്ടൻ. അപ്പോൾ മൂപ്പര് ഇവിടെ എല്ലാതും ഓടി നടന്ന് ചെയ്യുന്ന തിരക്കിലാണ്. ഒരു റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് വന്ന് താമസിക്കുന്നു, ഒരുപാട് ഫങ്ഷൻസൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് സ്ഥലം എവിടെയാണെന്നല്ലേ? നമ്മൾ കോട്ടപ്പുറം മൂത്തുന്നം ആ ഏരിയയിൽ, അവിടെ ആദ്യത്തെ പാലം കോട്ടപ്പുറത്തിൻ്റെ കയറിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ എത്തും. ഇവിടെ നിന്ന്, അതായത് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ എറണാകുളം പോകുന്ന റൂട്ടിലാണെങ്കിൽ അപ്പോൾ റൈറ്റിലേക്ക്, അവിടെ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് ആണല്ലോ. അങ്ങനെ. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് പുഴയുടെ തീരത്താണ് കണ്ടോ. അതുകൊണ്ട് എന്ന് വെച്ചാൽ ഡൈനിങ് ഒക്കെ ഇതിന് അഭിമുഖമായിട്ടാണ്. അപ്പോൾ അത് പുഴ കണ്ടുകൊണ്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ മണ്ടയ്ക്കൽ ഇരുന്നിട്ട് പഴയ കൂട്ടുകാരികളൊക്കെ അതേ സ്വകാര്യം പറയാനായിട്ട് വരും. ഇവരൊക്കെ പണ്ടൊക്കെ മാവിൻ്റെ ചോട്ടിലിരുന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പോൾ അവരത് മറന്നില്ല. അപ്പോൾ അവർ ഓരോ ഭാഗത്ത് ഇരുന്നിട്ട് അവർ സംസാരിക്കുക. കുറേ പേര് പുഴ ആസ്വദിച്ച് ചായ കുടിക്കുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഭക്ഷണങ്ങൾ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും ഇവിടെ പല കാര്യങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുക. പണ്ട് നടന്ന കുറേ കാര്യങ്ങൾ, അതായത് തൂപ്പിട്ട് കളിച്ചതും കബഡി കളിച്ചതും ഒക്കെ ഇവിടെ വിഷയമായിട്ടുണ്ട്. അപ്പോൾ പലരും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എല്ലാവരും ചിരിച്ച് സമയം പോണതേ അറിഞ്ഞിരുന്നില്ല. ബീന അതിൻ്റെ ഇടയിൽ കിടന്ന് ഓടി നടക്കുന്നുണ്ട്. ബീനയാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ ഇത്രയും ആൾക്കാരെ ഇവിടെ കൊണ്ടുവരാനും എല്ലാവരുടെ സന്തോഷം കാണാനും അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതാണ് ഇവിടെ വന്നത്. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് ഇത്രയും അധികം ആൾക്കാരെ നമ്മൾ ഒന്നിച്ച് കാണണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനൊക്കെ വെക്കണം. അപ്പോൾ ഞാൻ പാലക്കാട് നിന്ന് ഇതിന് വേണ്ടിയിട്ട് വന്നതാട്ടോ. അപ്പോൾ എല്ലാവരെയൊക്കെ ഒന്ന് കാണാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 1 ഇയർ കഴിയുമ്പോൾ ഓരോ ഇയറിലും എല്ലാവരും ഒരു മീറ്റ് വെക്കും, എല്ലാവരെയൊക്കെ ഒന്ന് കാണാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ഇവിടെ പറന്നെത്തി. അപ്പോൾ അതേ കുറേ പേര് എത്താനുണ്ട്. അവരൊക്കെ ദൂരെ ഇരുന്ന് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാം കാണാമല്ലോ അവർക്ക്. അപ്പോൾ അത് അവർക്കും വളരെ സന്തോഷമല്ലേ. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ ആക്കിയിട്ട് ഇടുന്നത്. അപ്പോൾ ബീനയാണത്. ബീനയ്ക്ക് ഒരു ചെറിയ മൊമെൻറ്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുകയാണ്. പാട്ട് പാടി ഒരുപാട് പേര് പാട്ടൊക്കെ പാടിയിട്ട് നല്ല മാതിരി പാടുന്ന കുറേ കലാകാരന്മാർ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഈ പുഴയോരത്തല്ലേ, അപ്പോൾ ഒരുപാട് മത്സ്യങ്ങളും അതിൻ്റെ വിഭവങ്ങളും പിന്നെ അതുപോലെ ചിക്കൻ, താറാവ്, അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് തന്നെ അത് എന്താ പറയുക, ആസ്വദിച്ച് കഴിച്ചു ഞങ്ങളെല്ലാവരും. പക്ഷെ ഒരുപാടുണ്ടായിരുന്നു എല്ലാതും കേട്ടോ. എല്ലാവർക്കും അത് സ്നേഹത്തോടു കൂടിയിട്ട് നമ്മൾക്ക് വിളമ്പി തരുമ്പോൾ അതിൻ്റെ ഒരു ഇത് വേറെയല്ലേ നമുക്ക്. അപ്പോൾ അതിനൊരു സ്വാദും കൂടും. അല്ലെങ്കിൽ സ്വാദില്ല എന്നല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഒരു ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിരിയാൻ നേരത്ത് എല്ലാവർക്കും പിരിയാനേ തോന്നുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതങ്ങനെ തന്നെയായിരുന്നു എല്ലാവർക്കും. അങ്ങനെയാണല്ലോ കൂട്ടുകാരെന്ന് പറയുന്നത്.